ബലാത്സംഗത്തിൽ നിന്നും രക്ഷപ്പെടാനായി വീടിന് മുകളിൽ നിന്നും ചാടിയതിനെ തുടർന്ന് ശരീരം തളർന്ന് കിടപ്പിലായ യുവതിക്ക് ദയാവധത്തിന് അനുമതി നൽകി സ്പാനിഷ് കോടതി. ദയാവധം തടയുന്നതിനായി യുവതിയുടെ പിതാവ് നടത്തിയ ശ്രമങ്ങളെ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കോടതിയുടെ അനുമതിയോടെ ബാഴ്സലോണയിലുള്ള നൊയേലിയ കാസ്റ്റിലോ എന്ന 25-കാരി കഴിഞ്ഞ വ്യാഴാഴ്ച സാൻ പെരെ ഡി റിബ്സിൽ വെച്ച് മരണത്തെ വരിച്ചത്. ഏകദേശം 1.5 വർഷത്തോളം നീണ്ട നിയമയുദ്ധത്തിനാണ് അങ്ങനെ തിരശ്ശീല വീണത്. 2021 സ്പെയിനിൽ ദയാവധം നിയമവിധേയമാക്കിയതെങ്കിലും ഇത് ആദ്യമായാണ് ഇത് സംബന്ധിച്ച ഒരു കേസ് കോടതിയുടെ തീരുമാനത്തിലെത്തുന്നത്. നൊയേലയുടെ പിതാവിനെ പ്രതിനിധീകരിച്ച് ക്രിസ്ത്യൻ ലോയേഴ്സ് എന്ന തീവ്ര യാഥാസ്ഥിതിക കത്തോലിക്ക ഓർഗനൈസേഷനാണ് നൊയേല ദയാവധത്തിന് വിധേയയായി എന്ന കാര്യവും അറിയിച്ചത്. മരണത്തിൽ അതിയായ ഖേദമുണ്ടെന്നും കോടതിയുടെ അനുമതിയോടെയുള്ള ഈ ദയാവധം നിയമത്തിലെ പഴുതുകൾ എടുത്തു കാണിക്കുന്നുവെന്നും അവർ പറയുന്നു. നിസ്സഹായരായവർക്കെതിരെ ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള പഴുതുകളാണ് ഇതിലുള്ളതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സംഭവം അടിസ്ഥാനമാക്കി നിയമമാറ്റത്തിനായി അതിയായി പരിശ്രമിക്കണമെന്ന് സംഘടന രാഷ്ട്രീയ നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലത്തെ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ ഇടവരുത്തരുതെന്നും അവർ ആവശ്യപ്പെടുന്നു. വ്യാഴാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 6:30 മണിയോടെയാണ് ദയാവധത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. അതിനു മുൻപായി തന്റെ കുടുംബാംഗങ്ങളോട് തന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നൊയേലയുടെ അപേക്ഷ മാനിച്ച് മരണസമയത്ത് അവർ മുറിയിൽ ഏകയായിരുന്നു. ശരീരമാസകലം തളർന്നു കിടന്ന അവരുടെ ദയാവധത്തിനുള്ള അപേക്ഷ 2024 കറ്റാലൻ സർക്കാർ അംഗീകരിച്ചിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ ലോയേഴ്സ് എന്ന സംഘടനയുമായി ചേർന്ന് ഇവരുടെ പിതാവ് ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതോടെ ദയാവധം നീണ്ടുപോവുകയായിരുന്നു. സ്പാനിഷ് നിയമ സംവിധാനത്തിന്റെ വിവിധ തട്ടുകളിൽ പക്ഷേ പിതാവിന്റെ അപ്പീലുകൾ നിരാകരിക്കപ്പെട്ടു. ഭരണഘടനാ കോടതിയും സുപ്രീം കോടതിയും വരെ ഇക്കാര്യത്തിനായി പിതാവ് സമീപിച്ചിരുന്നു. അവസാന ആശ്രയം എന്ന നിലയിൽ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിലും പിതാവ് അപ്പീൽ നൽകിയിരുന്നു. ഈ ആഴ്ച ഇതും കൂടി നിരാകരിക്കപ്പെട്ടതോടെയാണ് ദയാവധം നടപ്പിലായത്. ഏറ്റവും പുതിയ സർക്കാർ കണക്കുകൾ അനുസരിച്ച് 2024 426 ദയാവധ അപേക്ഷകളാണ് സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ കോടതി കയറിയ ഈ ഒരു കേസ് മാത്രമാണ്. നൊയേലിയ കാസ്റ്റിലോയുടെ ദയാവധം സ്പെയിനിലെ നിയമവ്യവസ്ഥയിൽ വിപ്ലവകരമായ അധ്യായം കുറിച്ചിട്ടുണ്ട്. പീഡന ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ അപകടം ഒരു യുവതിയുടെ ജീവിതത്തെ നിശ്ചലമാക്കിയപ്പോൾ അന്തസ്സോടെ മരിക്കാനുള്ള അവരുടെ അവകാശത്തെ കോടതി ശരിവെക്കുകയായിരുന്നു. തീവ്ര യാഥാസ്ഥിതിക സംഘടനകളുടെയും സ്വന്തം പിതാവിന്റെയും ശക്തമായ നിയമപോരാട്ടങ്ങൾ അതിജീവിച്ച ബാഴ്സലോണ കോടതി എടുത്ത തീരുമാനം വ്യക്തി സ്വാതന്ത്ര്യവും ശാരീരിക അവസ്ഥയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെ അടിവരയിടുന്നു.